بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. الحق من ربك فلا تكونن من الممترين. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇന്ന് ഒരുമിച്ച് പോയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉമ്മ എന്നത്. ഉമ്മ എന്ന മൂന്നക്ഷരം കുറിക്കുന്നത് സഹനം എന്ന മൂന്നക്ഷരത്തെയാണ്. 10 മാസം ഗർഭം ധരിച്ച് വേദനിച്ച് പ്രസവിച്ച് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം നമ്മെ പോറ്റി വളർത്തി ആ ഉമ്മക്ക് 1000 ഉമ്മ കൊടുത്താലും ഈ ജീവിതം മുഴുവൻ സേവനം ചെയ്താലും ആ ഉമ്മ തന്ന സ്നേഹസഹന സമ്മാനത്തിന് പകരമില്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗ്ഗമെന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ചരിത്രം? യാത്രക്ക് പുറപ്പെടുമ്പോൾ 40 സ്വർണ്ണ നാണയം കൊടുത്തുമ്പോൾ പറയുകയാണ്, നീ ഒരിക്കലും ആരോടും കളവ് പറയരുതെന്ന്. അങ്ങനെ യാത്രയിലായിരുന്ന ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഒരു കൊള്ളസംഘം വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, എന്റെ അടുത്ത് 40 സ്വർണ്ണ നാണയം ഉണ്ടെന്ന്. അതിശയിച്ചു പോയ ആ കൊള്ളസംഘം വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സത്യം പറഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറയുകയാണ്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും കളവ് പറയരുത് എന്ന്. ഇത് കേട്ട ആ കൊള്ളസംഘം നല്ലവരായി തീരുകയാണ്. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയാണെന്നാണ്. രണ്ടാമത് മൂന്നാമത് ചോദിച്ചപ്പോഴും ഇതേ ഉത്തരം തന്നെയായിരുന്നു അവിടുന്ന് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് ആ ഉമ്മ പറയുന്നതൊന്നും കേൾക്കാതെ ആ ഉമ്മയുടെ വാക്കുകൾ തട്ടിത്തെറിപ്പിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ഉമ്മയോട് ഛേ എന്ന വാക്ക് പോലും പറഞ്ഞെന്നാണ്. ഈ കാലഘട്ടം ആകെ മാറിപ്പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ നന്മയുടെ ജീവിതം നമ്മൾ മറന്നിരിക്കുകയാണ്. ഇപ്പോൾ പത്രമെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും, തന്റെ മാതാവിനെ, പ്രിയപ്പെട്ട മാതാവിനെ മകൻ വെട്ടിക്കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ആഖിറു സമാനിന്റെ കാലമാണ്. അദ്ദുനിയ മസ്റഉൽ ആഖിറ. ഇവിടെ വെച്ച് നമുക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുകയുള്ളൂ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെച്ച ഉപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യം ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.